Hello all, welcome to a class on Criminology, Unit 2, Conceptual Approaches to Crime. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് കോൺസെപ്ച്വൽ അപ്രോച്ചസ് ടു ക്രൈം ആണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ലീഗൽ അപ്രോച്ച് ടു ക്രൈം ആണ്. നിയമപരമായിട്ട് ഒരു കുറ്റത്തിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിമിനൽ ലോസ് ഇവിടെ ഉണ്ടാകും. ക്രിമിനൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് റൂൾസ് റെഗുലേറ്റിംഗ് ഹ്യൂമൻ കണ്ടക്ട് created by the state and enforced by punishment aimed at ensuring the maximum good of the community. ഒരാളുടെ കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ അയാൾ നടത്തിയ ഒരു ക്രൈമിന് ഒരു സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു പണിഷ്മെന്റ് ആണ് ക്രിമിനൽ ലോസ് എന്ന് പറയുന്നത്. അത് എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ട്. അത് ആ രാജ്യത്തിന്റെ നിയമങ്ങളെ തെറ്റിക്കുമ്പോൾ അവർ എൻഫോഴ്സ് ചെയ്യുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയുടെ മാക്സിമം ഗുഡിന് വേണ്ടിയിട്ടാണ്, ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണ്. 4 കീ എലമെന്റ്സ് ആണ് ഉള്ളത്: പൊളിറ്റിക്കാലിറ്റി, സ്പെസിഫിസിറ്റി, യൂണിഫോമിറ്റി, പീനൽ സാങ്ഷൻ. പൊളിറ്റിക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സ്റ്റേറ്റ് മെയ്ഡ് റൂൾസ് വെൻ വയലേറ്റഡ് ആർ കൺസിഡർഡ് ക്രൈംസ്. ഒരു രാജ്യത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ അവരുണ്ടാക്കിയ ചട്ടക്കൂടിലുള്ള നിയമങ്ങൾ തെറ്റിച്ചാൽ മാത്രമേ അവിടെ ഒരു ക്രൈം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് മസ്റ്റ് ക്ലിയർലി ഡിഫൈൻ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ക്രൈം. എന്ന് വെച്ചാൽ ഒരു നിയമം കറക്റ്റ് ആയിട്ട് പറയണം അത് എന്തുകൊണ്ടാണ് ഈ ഒരു കുറ്റം ഉണ്ടാകുന്നത്, അത് ഇതൊരു കുറ്റമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ആ നിയമത്തിന് വ്യക്തമാക്കാൻ കഴിയണം. പിന്നെ യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് അപ്ലൈ ഈക്വലി ടു ഓൾ. നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. എൻഷുറിംഗ് ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ജസ്റ്റിസ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ജസ്റ്റിസ്, എല്ലാവർക്കും ഒരേപോലത്തെ നീതി കിട്ടാനാണ് അങ്ങനെ യൂണിഫോമിറ്റി ഉണ്ടാകുന്നത്. ഏത് നിയമത്തിനും അത് വേണം. പിന്നെ പീനൽ സാങ്ഷൻസ്. പീനൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഫോർ ഡിറ്ററിങ് ക്രൈം. നോ ലോ ഇസ് എഫക്റ്റീവ് വിത്തൗട്ട് പെനാലിറ്റി. ഏത് നിയമത്തിനും എഫക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പെനാലിറ്റി വേണം. ഓക്കെ, അത് നമ്മുടെ നാട്ടിലൊക്കെ യൂഷ്വലി ഒരു എമൗണ്ടിലാണ് ആ പെനാൽറ്റി കാണിക്കല്. അങ്ങനെ ഒരു എമൗണ്ടോ അല്ലെങ്കിൽ തക്കതായ എന്തെങ്കിലും ഒരു പെനാലിറ്റി ഉണ്ടാവണം, എന്നാലാണ് ആ ലോ എഫക്റ്റീവ് ആവുള്ളൂ എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയ ഫോർ ആൻ ആക്ട് ടു ബി എ ക്രൈം. ഒരു കാര്യം, ഒരു പ്രവൃത്തി കുറ്റമാകുന്നത് എപ്പോഴാണ്? ആക്ടസ് റെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി ആൻ ആക്ഷൻ ഓർ ഒമിഷൻ ഇന്റൻഡഡ് അലോങ് isn't enough. അതായത് എനിക്കൊരു ദുരുദ്ദേശം ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് കുറ്റമാവുന്നില്ല. ഞാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കുറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. ഒരാളുടെ ഉള്ളിൽ ഒരു തെറ്റുണ്ടായിട്ട് കാര്യമില്ല, അതായത് പുറത്ത് എന്തെങ്കിലും ഒരു ആക്ട് ആയിട്ട് കൊണ്ടുവന്നാലേ നമുക്കതിനെ ഒരു ക്രൈം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കുറ്റകൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. മെനസ്ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽറ്റി മൈൻഡ്. അതായത് എ ക്രൈം മസ്റ്റ് ഇൻക്ലൂഡ് ക്രിമിനൽ ഇന്റന്റ്. ഇനി അഥവാ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഒരു സോഷ്യൽ വയലേഷൻ ചെയ്തു, പക്ഷെ അയാൾക്ക് എന്തുണ്ടാവണം? ഉദ്ദേശം കൂടി അതുകൊണ്ടായിരിക്കണം. ചിലപ്പോൾ അയാൾ അത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അയാൾ ഉദ്ദേശം അതായിരിക്കില്ല. അപ്പോ ഉദ്ദേശവും കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അതൊരു കുറ്റകൃത്യമായിട്ട് മാറുള്ളൂ. Prohibited by law. The act must be explicitly prohibited by existing law. നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം നിയമപരമായിട്ട് ചെയ്യാൻ പാടാത്തൊരു കാര്യം ചെയ്താൽ മാത്രമേ അതൊരു ക്രൈം ആവുള്ളൂ. പണിഷബിൾ ബൈ സ്റ്റേറ്റ്. ദ ആക്ട് മസ്റ്റ് ക്യാരി ലീഗൽ പണിഷ്മെന്റ്സ്. ലീഗൽ ആയിട്ടുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് അതിന് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, ഒരു ക്രൈം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 4 ക്രൈറ്റീരിയ ആണ്: ആക്ടസ് റെസ് മെൻസ് റേ, പ്രൊഹിബിഷൻ ബൈ ലോ ആൻഡ് പണിഷബിൾ ബൈ സ്റ്റേറ്റ്. ഇത് 4 ഒന്ന് കൂടിയാലാണ് ഒരു ആക്ട് ക്രൈം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വേഴ്സസ് മിസ്റ്റേക്ക് ഓഫ് ലോ. അതായത് നമുക്ക് ഒരു തെറ്റ് സംഭവിക്കുകയാണ്, ഒരു ഫാക്ടിന്റെ പുറത്ത്, ഒരു ധാരണയുടെ പുറത്ത് ഉണ്ടാകുന്ന ഒരു തെറ്റും മിസ്റ്റേക്ക് ബൈ ലോ നിയമപരമായിട്ട് ഉണ്ടാകുന്ന തെറ്റും തമ്മിലുള്ള ഒരു വേഴ്സസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് തമ്മിലുള്ള ഡിഫറൻസ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി വാലിഡ് ഡിഫൻസ് ഇഫ് ജെന്യുവിൻലി ബിലീവ്. എക്സാമ്പിൾ, ഫയറിംഗ് ആൻ അൺലോഡഡ് ഗൺ മിസ്റ്റേക്കൻലി ബിലീവ് ടു ബി സേഫ്. അപ്പോൾ അറിയാണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അതായത് അറിയാണ്ട് ഒരു തെറ്റ്, പക്ഷെ നമുക്കതിന്റെ ഭവിഷ്യത്തുകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അതെന്താവില്ല, തെറ്റാവില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലോഡഡ് അല്ലാത്ത, അത് ബുള്ളറ്റ്സ് ഇല്ലാത്ത ഒരു തോക്ക് വെച്ചിട്ട് നമ്മൾ ഒരാളെ എയിം ചെയ്ത് വെടിവെക്കണ പോലെ ചെയ്താൽ അതൊരിക്കലും ഒരു കുറ്റമാവുന്നില്ല, അല്ലെ? കാരണം നിയമപരമായിട്ട് അവിടെ ഒരു തെറ്റുമില്ല. മിസ്റ്റേക്ക് ഓഫ് ലോ എന്താണ്? നോട്ട് എ വാലിഡ് ഡിഫൻസ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലിഡ് ഡിഫൻസ് ആണ്. നമ്മളൊരാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്താല്
അവിടെ നമ്മൾ കുറ്റം നടത്തി എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ ബുള്ളറ്റ് ലോഡഡ് അല്ല ആ ഗണ്ണില്. അതേസമയം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ വാലിഡ് ഡിഫൻസ്. നമ്മുടെ ഗണ്ണില് ബുള്ളറ്റ്സ് ഫുൾ ലോഡഡ് ആയിട്ട് നമ്മൾ ആളുകൾ വരുമ്പോൾ അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. ഓക്കെ, മറ്റേതിനൊരു എക്സ്ക്യൂസ് ഉണ്ട്, അത് അൺലോഡഡ് ആണ്, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതല്ലാത്തതിന് അവിടെ എക്സ്ക്യൂസ് ഇല്ല. ഓക്കെ, ഈ ഫൗണ്ടേഷണൽ ലീഗൽ പ്രിൻസിപ്പിൾ എന്താണ്? ഇക്വിറ്റി, ജസ്റ്റിസ്, ഫെയർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗൈഡ് റേഷണൽ പീനൽ പോളിസീസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേപോലെ, ഇക്വാളിറ്റി, എല്ലാവർക്കും തുല്യത എന്നുള്ള കാര്യം. ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി. ഫെയർ പ്ലേ എന്ന് പറഞ്ഞ് ന്യായമായിട്ടുള്ള പ്രവൃത്തികൾ. ഇതൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്തായിരിക്കണം? റേഷണൽ പീനൽ പോളിസീസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കണം. ഫൗണ്ടേഷണൽ ലീഗൽ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. അതായത് ഒരു ലീഗൽ കാര്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണിത്. പിന്നെ എക്സ് പോസ്റ്റ് ഫാക്ടോ പ്രൊഹിബിഷൻ. ലോസ് കനോട്ട് പണിഷ് ആക്ട്സ് റെട്രോ ആക്റ്റീവ്ലി. അതായത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റിന്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിയമങ്ങള് ഒരാളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവരെ പണിഷ് ചെയ്യാൻ പറ്റില്ല. മുന്നേ കഴിഞ്ഞു പോയ ഒരു നിയമത്തിന്റെ പേരിൽ നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ്. എവരിവൺ ഈസ് കൺസിഡർഡ് ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണിത്. അതായത് അവര് തെറ്റുകാരാണെന്ന് നിയമത്തിന് ബോധ്യപ്പെടുന്നത് വരെ അവരെല്ലാവരും ഇന്നസെന്റ് ആണ്. ഓക്കെ, അവർക്ക് അവരുടെ മേത്തൊരു കുറ്റവും ഇല്ല. ലീഗൽ റൈറ്റ്സ് ഓഫ് ദി അക്യൂസ്ഡ്. ഒരാള് നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അക്യൂസ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ഈ തെറ്റുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുള്ള കുറച്ച് നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് റൈറ്റ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ട്രയൽ. അതായത് കോടതിയിൽ അയാളെ സമർപ്പിക്കാനായിട്ട് മുന്നേയും ആ സമയത്തും അതിനുശേഷവുമുള്ള അയാളുടെ അവകാശങ്ങൾ. റൈറ്റ് ടു ബി പ്രൊഡ്യൂസ് ബിഫോർ എ മജിസ്ട്രേറ്റ്. അറസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ അയാളെ ഹാജരാക്കണം, അത് അയാളുടെ അവകാശമാണ്. റൈറ്റ് ടു ബെയിൽ ആൻഡ് റിലീസ് ഓൺ ബോണ്ട്. അതായത് ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജാമ്യത്തിന്റെ പുറത്ത് ജാമ്യത്തിന് അപേക്ഷിക്കുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. റൈറ്റ് ടു കൗൺസിൽ ആൻഡ് ലീഗൽ എയ്ഡ്. ആ സമയത്ത് അയാൾ അക്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു വക്കീലിനെ തേടാം. ഒരു ലീഗൽ എയ്ഡ്, ഒരു നിയമപരമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി അയാൾക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ഒരു ലീഗൽ ആയിട്ട് ഒരു അക്യൂസിന്റെ റൈറ്റ്സ് ആയിട്ട് വരുന്നത്. സേഫ് ഗാർഡ്സ് ഡ്യൂറിങ് ട്രയൽ. ഓക്കെ, കോടതിയിൽ ഉള്ള സമയത്ത് ഉണ്ടാകുന്ന അയാളെ സേഫ് ഗാർഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ട് ഒരാളൊരു തെറ്റ് ചെയ്ത് അയാൾക്ക് അതിന്റെ പുറത്തൊരു ഗിൽറ്റ് ഉണ്ടെങ്കിൽ അയാൾ സ്വയമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിൽ നിന്നും അയാളെ രക്ഷിക്കുക എന്നുള്ളത് അയാളെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജെപ്പേർഡി. ദാറ്റ് മീൻസ് ബീയിങ് tried twice for the same offense. റൈറ്റ് ടു ഫെയർ ട്രയൽ ആൻഡ് ലോഫുൾ എവിഡൻസ്. അതായത് ഒരേ കുറ്റം ചുമത്തിയിട്ട് ഒരാളെ 2-3 തവണ കോടതി കയറ്റാൻ പാടില്ല. അപ്പോ എന്താന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ലോ വരണം. പ്രോപ്പർ ആയിട്ട് എന്തിന്റെ പുറത്താണ് അതിനുള്ള എവിഡൻസുകൾ വേണം, അതിനുള്ള ഫെയർ ട്രയലുകൾ വേണം. അല്ലാണ്ട് ഒരാളെ ഒരേ കുറ്റം ചുമത്തിയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് കോടതി കയറ്റാൻ പാടില്ല. അത് അയാളുടെ ട്രയലിന്റെ സമയത്ത് നടക്കാൻ പാടാത്ത ഒരു കാര്യം ആണ്. ഇനി പല അപ്രോച്ചസ് ടു ക്രൈം ഉണ്ട്. കുറ്റകൃത്യത്തിനോടുള്ള പല അപ്രോച്ചുകളുണ്ട്. അതിലത്തെ ഒരെണ്ണമാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റത്തിനെ എങ്ങനെ സമീപിക്കുന്നു. ആദ്യത്തേതാണ് ബിഹേവിയറൽ അപ്രോച്ച്. ഇവിടെ ലേണിംഗ് ഓഫ് ബിഹേവിയർ പറയുന്നുണ്ട്. ബിഹേവിയേഴ്സ് ആർ ലേൺ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് എൻവയറൺമെന്റ്. നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഓരോ സ്വഭാവങ്ങൾ പഠിച്ചെടുക്കുക എന്നാണ് പറയാം. എക്സ്പോഷർ ടു ഡീവിയന്റ് ഓർ വയലേറ്റർ സറൗണ്ടിങ് നോർമലൈസ് ക്രിമിനൽ ബിഹേവിയർ. ഒരു വയലന്റ് ആയിട്ടുള്ള എപ്പോഴും അടിപിടി നടക്കുന്ന ഒരു സിറ്റുവേഷനോട് നമ്മൾ ചെറുപ്പം തൊട്ട് എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ഒരു സ്വഭാവം നേടിയെടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഇനി മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടോ, അവരെന്താണോ കണ്ടുപഠിക്കുന്നത് അതായിരിക്കും അവരും വലുതാവുമ്പോൾ ചെയ്യാനുള്ള പ്രവണത കൂടുക. അതായത് ഒരു കുട്ടി ഒരു മുതിർന്ന ആള് എന്തെങ്കിലും ഒരു വയലന്റ് ബിഹേവിയേഴ്സ്, ആരെങ്കിലും ഒക്കെ തല്ലുന്നു അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുന്നു, എന്നിട്ട് ആളുകൾ അയാളെ ഭയങ്കര കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, പുകഴ്ത്തുന്നു. ഇതൊക്കെ ഒരു കുട്ടി കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, ഇങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്നുള്ള ആ ഒരു ഇമേജ് വരും. അങ്ങനെ ആ കുട്ടി അതേ ബിഹേവിയർ മോഡൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. പിന്നെ റീഇൻഫോഴ്സ്മെന്റ്.
behaviors positive behaviors increases is followed by a reward. Negative behavior increases when it helps avoid something unpleasant. ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് ബിഹേവിയർ എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു, സ്വഭാവമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെയും പിന്നെയും ഒരു നമുക്ക് രണ്ട് രീതിയിൽ ഒരു സ്വഭാവത്തിനെ നല്ല സ്വഭാവങ്ങളെ വളർത്താനും ചീത്ത സ്വഭാവങ്ങളെ ഒഴിവാക്കാനും കഴിയും. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതെന്ന് വെച്ചാൽ ബിഹേവിയർ ഇൻക്രീസസ് ഇഫ് ഫോളോഡ് ബൈ എ റിവാർഡ്. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിവാർഡ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. പിന്നെ അതേപോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ബിഹേവിയർ ഇൻക്രീസസ് വെൻ ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് സംതിങ് അൺപ്ലസന്റ്. ഒരു എക്സാമ്പിൾ ആണ് യൂസിങ് വയലൻസ് ടു അവോയ്ഡ് ബുള്ളിയിങ്. റിപ്പീറ്റഡ് റീഇൻഫോഴ്സ്മെന്റ് മേക്സ് ബിഹേവിയർ ഹാബിച്വൽ ആൻഡ് ഹാർഡർ ടു ചേഞ്ച്. എന്ന് വെച്ചാല് ഇപ്പം നമ്മളെ ഒരാള് സ്കൂളിൽ നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഏതെങ്കിലും ഒരു ഗ്യാങ് ഓഫ് കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ദേഷ്യം അവരോട് വേറെ കുറെ രീതിയിൽ കാണിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളെ പിന്നെ ആരും ഒന്നും ഉപദ്രവിക്കാൻ വരില്ല, അല്ലെങ്കിൽ നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല. ഒരു മോശമായ ബിഹേവിയർ ആണ് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്വഭാവം കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അങ്ങനത്തെ ബിഹേവിയേഴ്സ് പിന്നെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നിവിടെ പറയുന്നത്. ഈ സോഷ്യലൈസേഷൻ ആൻഡ് എൻവയൺമെന്റ് ക്രിമിനൽ ടെൻഡൻസീസ് ഓഫൺ എമർജ് ഇൻ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രവണതകൾ ഉണ്ടാവുക. കുട്ടികൾ എന്താണോ കാണുന്നത് അത് തന്നെയാണ് അവര് വലുതാകുമ്പോൾ പ്രവർത്തിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുക. അതാണ് ചെറിയ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അബ്യൂസുകൾ ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത്. അവരത് കണ്ടു വളർന്നു കഴിഞ്ഞാൽ അവരത് ഇമിറ്റേറ്റ് ചെയ്യാൻ, അതേപോലെ അത് അവരെ തിരിച്ചു ചെയ്യാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. അതേപോലെ പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ചെയ്യാണ്ടിരിക്കൽ മാത്രമല്ല, പോസിറ്റീവ് ആയിട്ടുള്ള റോൾ മോഡൽസ് ആയിട്ട് നമ്മൾ അവർക്ക് മാറണം. ഓക്കെ. അങ്ങനെ ഒരു സൊസൈറ്റിയിലുള്ള നിയമങ്ങൾ വ്യതിചലിച്ചു പോകുന്നത് നോർമലൈസ് ചെയ്യാൻ പാടില്ല. ഒരു പൊതു സംഭവമാണ്, അപ്പൊ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും അവരോട് പറയാൻ പാടില്ല. തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്നുള്ള രീതി തന്നെ പറയണം. പിന്നെ അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് ക്രിമിനൽ ബിഹേവിയേഴ്സ് ക്യാൻ ബി unlearning and relearning criminal behaviors can be unlearned in intervention methods, therapy, behavior modification techniques and positive reinforcement. ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പഠിക്കാനും പറ്റും, പഠിച്ചത് മാറ്റാനും പറ്റും. ഇനി ഒന്നും വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഏത് രീതിയിലും ഇപ്പൊ നമ്മൾ വിചാരിക്കും ചില ബിഹേവിയേഴ്സ്, ചില ആളുകൾ ന്യായീകരിക്കുന്ന ഒരു ഇതാണ്, എന്റെ ഉള്ളിൽ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, എന്റെ ഒരു സ്വഭാവ രീതി ഇങ്ങനെയാണ്. അങ്ങനെയല്ല, നമുക്ക് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം മാറ്റാൻ പറ്റും. ഓക്കെ. നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയും, പഠിച്ചത് മാറ്റാനും ഇനി അത് വേണ്ടാന്ന് വെക്കാനും നമുക്ക് കഴിയും. ഇതാണ് ബിഹേവിയറൽ അപ്രോച്ചസ് ടു ക്രൈം. ഒരു കുറ്റകൃത്യത്തിനോടുള്ള ബിഹേവിയറൽ അപ്രോച്ചാണ് ഇപ്പൊ കണ്ടത്. ഇനി സോഷ്യോളജിക്കൽ അപ്രോച്ചസ് ടു ക്രൈം. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻസ്. ഇറ്റ് ഫോക്കസസ് ഓൺ പോവർട്ടി, ഇനീക്വാളിറ്റി, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ക്രൈം റിസൾട്ട്സ് ഫ്രം സോഷ്യൽ ഡിസഡ്വാൻറ്റേജ്. സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ക്രൈം നടക്കുകയാണെന്ന് വിചാരിക്കാം, അതിന് ഒരുപാട് സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഒരു സൊസൈറ്റിയിൽ ഒരു ക്രൈം നടക്കാൻ ചിലപ്പോൾ അവിടുത്തെ ദാരിദ്ര്യം ഒരു കാരണമാകാം. ഇനീക്വാളിറ്റി, അതായത് എല്ലാവരെയും ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അനീതി സംഭവിക്കുന്നുണ്ട്, അപ്പോ അവിടെ ക്രൈം ഉണ്ടാവും. ലാക്ക് ഓഫ് അവസരങ്ങൾ കുറവായതുകൊണ്ട് ക്രൈം ഉണ്ടാവാം. ഇങ്ങനെ സാമൂഹികപരമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജുകളുടെ പുറത്തും ക്രൈംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി സബ് കൾച്ചറൽ എക്സ്പ്ലനേഷൻസ്, അതായത് certain groups of subcultures develop norms that promote deviant behavior. Examples: gangs, peer group, encouraging illegal activities. അതായത് എന്ന് വെച്ചാൽ ചില ഗ്രൂപ്പുകളെ പറ്റി നമുക്കൊരു എന്താ പറയാ, മുൻധാരണ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഇവരൊക്കെ ഇങ്ങനെയാണ്, അവരൊക്കെ ഗുണ്ടകളാണ്, അല്ലെങ്കിൽ ആ വർഗ്ഗക്കാർ ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ ഒരു ടീമിനെ മാറ്റി നിർത്തുന്നത് കൊണ്ടും ഈ ഒരു ക്രിമിനൽ ബിഹേവിയർ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. എക്സാമ്പിൾ: ഗാങ്സ്റ്റേഴ്സ്, ഗുണ്ടകള്.
ഏതൊരു ഗുണ്ട പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളെയും കാണുമ്പോൾ നമ്മൾ പറയും, ഓ ഇവരുടെ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു, അപ്പൊ ഇവനും അങ്ങനെയാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് ആ ആളുടെ ഉള്ളിൽ ആ ഒരു ബിഹേവിയർ കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൾട്ടിപ്പിൾ ഫാക്ടർ അപ്രോച്ച് എന്ന് വെച്ചാൽ ക്രൈം ഈസ് എ റിസൾട്ട് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. സാമ്പത്തികപരമായിട്ട് എക്കണോമിക്, കൾച്ചറൽ, സാമൂഹികപരമായിട്ട്, ഫെമിലിയൽ കുടുംബപരമായിട്ട്, എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായിട്ടും, പേഴ്സണൽ ഇൻഫ്ലുവൻസസ് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിന്റെ കാരണങ്ങൾ കൊണ്ടും ക്രൈംസ് ഉണ്ടാവാം എന്നാണ്. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. ഇനി ചിട്ടകൾ, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ചിട്ട രീതിയിൽ എങ്ങനെ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ്. സ്ട്രക്ചറൽ ഇനീക്വാളിറ്റീസ് ക്രിയേറ്റ് അൺഈക്വൽ ആക്സസ് ടു സക്സസ്. ഇപ്പം ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇതാണ്. ഒരു സൊസൈറ്റിയിൽ പല റേഞ്ചിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. പല ലെവൽ ഓഫ് സാമ്പത്തിക വെൽത്ത്, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുള്ളവരുണ്ട്. അപ്പൊ ഇതൊക്കെ അൺഈക്വാലിറ്റി ഉണ്ടാക്കുന്നത്. പലവരും പല തട്ടുകളിലായിട്ട് തിരിക്കപ്പെടുകയാണ്. അപ്പൊ അവിടെ എന്താ അവസരങ്ങൾ നിഷേധിക്കപ്പെടും. അതിന്റെ പുറത്ത് എന്തുണ്ടാവും? ക്രിമിനൽ ബിഹേവിയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, കുറച്ച് ജീവിതത്തിൽ വളരെ കുറച്ച് അവസരങ്ങളുള്ള ആളുകൾക്ക് ക്രിമിനൽ ബിഹേവിയറിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അവർക്ക് ആ ഒരു ടെൻഡൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ സൊസൈറ്റി എംഫസൈസസ് മെറ്റീരിയൽ സക്സസ് ബട്ട് നോട്ട് ഈക്വൽ മീൻസ് ടു അച്ചീവ് ഇറ്റ്. ദിസ് മിസ്മാച്ച് ക്രിയേറ്റ് സ്ട്രെയിൻ, പുഷിംഗ് പീപ്പിൾ ടു അഡോപ്റ്റ് ഡീവിയന്റ് മെത്തേഡ്സ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണത്. നമ്മുടെ സൊസൈറ്റി ഒരുപാട് ഒരാളുടെ മെറ്റീരിയൽ ആസ്പെക്റ്റിൽ ഫോക്കസ് ചെയ്യും. വലിയ വീടും വലിയ അങ്ങനെ സ്റ്റാറ്റസും, മെറ്റീരിയൽ ആയിട്ട് കാറ്, അങ്ങനെ ഒരാൾക്ക് ഇപ്പൊ ഒരു കാർ എന്നുള്ളതിനുപരി ഏറ്റവും ഹൈ ലെവൽ ഓഫ് കാർ കിട്ടുക എന്നുള്ള അങ്ങനെ ഒരു കോൺസെപ്റ്റ്, എല്ലാത്തിലും മുന്തിയത് മാത്രം എടുക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ഒരാളുടെ ഉള്ളിൽ വളർത്തിയെടുത്താല് അത് ചിലപ്പോൾ ഒരു ക്രൈം നടത്താൻ വേണ്ടിയിട്ട് അയാളെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ ചില ആളുകളിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ കേസ് ഉണ്ടായെന്ന് ചോദിച്ചാല് സ്റ്റീലിംഗ് ആണ്, മോഷണമാണ്. അപ്പൊ എന്തിനാ മോഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയും അയാള്. കാരണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ പ്രഷറാണ്. അങ്ങനത്തെ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്താലാണ് വാല്യൂ ഉള്ളൂ എന്നുള്ളത്. ഇതാണ് ആളുകളെ പല സാമൂഹിക വ്യവസ്ഥകളിൽ നിന്നും വ്യതിചലിക്കാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത്. ഇനി സബ് കൾച്ചറൽ എക്സ്പ്ലനേഷൻസ്. ഇനി കൾച്ചർ, നമ്മളുടെ കൾച്ചർ നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓഫൺ ഫോം among marginalized groups. Racial minorities, prisoners, poor communities provide support but may develop alternate deviant value systems. ഇപ്പോ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സമൂഹത്തിന്റെ ഏറ്റവും താഴെ തടയിലുള്ള ആളുകൾക്ക് നമ്മൾ പല രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുമായിരിക്കും. പക്ഷെ അത് അവരെ എഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവില്ല. ഒരു ആളുടെ ഒരു വളർച്ച ഞാൻ പറഞ്ഞല്ലോ, ചെറുതായിരുന്ന സമയത്ത് ഉണ്ടാകുന്ന വളർച്ചയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഒരുപാട് വയലൻസിനോട് എക്സ്പോസ്ഡ് ആയതിനു ശേഷം വലുതായിട്ട് നമ്മൾ അയാളുടെ ഉള്ളിൽ ആ വാല്യൂ ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പൊ അവരുടെ വാല്യൂ സിസ്റ്റം ഡിഫറെന്റ് ആണ്. ഓക്കെ. ഒരു നോർമൽ സൊസൈറ്റിയിൽ മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൈമാണ്. പക്ഷെ അതല്ലാത്ത സൊസൈറ്റിയിൽ അതൊരു ക്രൈം അല്ല. കാരണം അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കണ്ടുപിടിച്ച ഒരു വഴിയാണ് മോഷ്ടിക്കുക എന്നുള്ളത്. അപ്പോ അതാണ് പറയുന്നത്, കൾച്ചറൽ ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു ക്രൈം ബിഹേവിയർ കാണിക്കുന്നതിൽ. ഇനി ആൽബർട്ട് കൊഹാൻ പറയുന്നത് സബ് കൾച്ചർ നോർമലൈസ് ഡീവിയൻസ്. അത് ഈ താഴെ തടയുള്ള ആളുകളും ഈ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്കൊക്കെ ഈ വ്യതിചലിച്ചിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുക എന്നുള്ളത്, ഒരു സ്വഭാവം കാണിക്കുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രൈം സീൻ ആസ് അക്സെപ്റ്റബിൾ വിത്തിൻ ദ ഗ്രൂപ്പ്. കുറ്റം ചെയ്യാന്നുള്ളത് ആ ഒരു ഗ്രൂപ്പിൽ എന്താണ്? അക്സെപ്റ്റബിൾ ആണ്. ഓഫൺ ജസ്റ്റിഫൈഡ് ബൈ വ്യൂയിങ് മെയിൻ സ്ട്രീം സൊസൈറ്റി ആസ് അൺഫെയർ. അപ്പൊ അവരുടെ കണ്ണില് നമ്മൾ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് ഉയർന്ന നിലയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം ഭയങ്കര ലക്ഷറിയാണ്, സുഖമാണ്. അപ്പൊ അവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യണം എന്നവര് വിചാരിക്കുന്നതാണ് അവിടെ ഉണ്ടാവുക. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു സബ് കൾച്ചറൽ ഡീവിയൻസ് എന്ന വീക്ക് ഓർ കോൺഫ്ലിക്റ്റിംഗ് സോഷ്യൽ നോംസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ വളരെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ
സൊസൈറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ നോംസ് ഉണ്ടാകും. ഓക്കെ, ഒരു സൊസൈറ്റി നല്ല നല്ല പേര് കേൾപ്പിക്കാൻ ഒരുപാട് തടകൾ നമ്മൾ കടന്നു കടന്നു പോകണം. അതേസമയം അതല്ലാതെ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഇങ്ങനത്തെ ആളുകൾ ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി സ്ട്രെയിൻ വേഴ്സസ് കൾച്ചറൽ ഡീവിയൻസ്. സ്ട്രെയിൻ അതായത് പ്രഷർ, എന്നാ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്, പ്രഷറിന്റെ പുറത്ത് എല്ലാവരും മോശമാവട്ടെ. പക്ഷെ അത് അങ്ങനെ ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിൻ തിയറിയാണ്. സ്ട്രെയിൻ തിയറി ഈസ് ദ ഫ്രസ്ട്രേഷൻ ഫ്രം ഇനബിലിറ്റി ടു അച്ചീവ് സോഷ്യലി അപ്രൂവ്ഡ് ഗോൾസ് ലീഡ്സ് ടു ക്രൈം. കൾച്ചറൽ ഡീവിയൻസ് തിയറി, ക്രൈം റിസൾട്ട്സ് ഫ്രം കൺഫേമിംഗ് ടു ഡീവിയൻ കൾച്ചറൽ നോംസ്. രണ്ട് തിയറി ഇവിടെ പറയുന്നുണ്ട്, കൾച്ചറൽ അല്ല സ്ട്രെയിൻ തിയറിയും കൾച്ചറൽ ഡീവിയൻസ് തിയറിയും. സ്ട്രെയിൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നും എപ്പോഴും നമ്മളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങൾക്ക് അപ്രൂവ്ഡ് ആയിട്ട് നടക്കാൻ പറ്റാണ്ടായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ കൾച്ചറൽ ഡീവിയൻസ് തിയറി എന്ന് പറയുന്നത് ഒരു ചില കൾച്ചറിൽ ആ ക്രൈം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാക്കി കൺസിഡർ ചെയ്തിട്ട് ക്രൈം ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇനി നൈറ്റ്സെൽസിന്റെ സബ് കൾച്ചറൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം അറൈസസ് ഫ്രം നോം കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡോമിനന്റ് സൊസൈറ്റി ആൻഡ് സബ് കൾച്ചേഴ്സ്. അപ്പോൾ ആള് പറയുന്നത് ക്രൈം മെയിൻ ആയിട്ട് ഉണ്ടാവുക മെയിൻ സ്ട്രീം സൊസൈറ്റിയിലുള്ള ആളുകളും പിന്നെ താഴെ തടയുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലായിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് വാൾട്ടർ മില്ലർ. വാൾട്ടർ മില്ലറിന്റെ തിയറി ഓഫ് ഫോക്കൽ കൺസേൺസ് ആണ് ഇവിടെ പറയുന്നത്. ലോവർ ക്ലാസ് യൂത്ത് പ്രഷർ കൾച്ചറൽ ഗോൾസ് യൂസിങ് ഫീസിബിൾ മീൻസ്. അതായത് ലോവർ ക്ലാസ്സിൽ വരുന്ന യൂത്ത് ഉണ്ടാവുമല്ലോ, അവര് കൾച്ചറൽ ഗോൾസ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡീവിയന്റ് മെത്തേഡ്സും പരിശ്രമിക്കും. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, താഴെ തടയിലുള്ള യുവാക്കളിലാണ് ക്രിമിനൽ ബിഹേവിയേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം അവരുടെ ആ ഒരു വളർന്ന കാലത്ത് സൊസൈറ്റിയിൽ എന്തൊക്കെ വേണമെന്ന് പറയുന്ന അതൊക്കെ നേടിയെടുക്കാൻ അവര് ശ്രമിക്കാണ് ചെയ്യാം. Their values emphasizes toughness, street smart, risk taking, autonomy. These focal concerns lead to behaviors considered criminal by broader society. അവര് അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ലോക്കൽ കളികൾ കളിക്കും. അതാണ് അവിടെ സ്ട്രീറ്റ് സ്മാർട്ട് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴെ തടയുള്ള കളികളൊക്കെ അവർ കളിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ തിയറി ഓഫ് ഫോക്കൽ കൺസേൺസ് പറയുന്നത് അതാണ്. ഒരു സൊസൈറ്റിയിൽ അവർ ജീവിക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ലോ ക്ലാസ് റിസ്ക്കും എടുക്കാൻ അവര് തയ്യാറാവും. വാൾട്ടർ മില്ലർ ഇവിടെ 6 ഫോക്കൽ കൺസേൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ലോവർ സബ് കൾച്ചേഴ്സിൽ ഉണ്ടാകുന്ന എൻകറേജ് ചെയ്യപ്പെടുന്ന 6 ഒന്ന് ട്രബിൾ ആണ്. വാല്യൂയിങ് ഇൻവോൾവ്മെന്റ് ഇൻ ട്രബിൾ ആസ് എ സൈൻ ഓഫ് ടഫ്നെസ്. അതായത് വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അങ്ങനെ ആരെയും പേടിയില്ല, ഞാൻ ഭയങ്കര ബലമുള്ള ആളാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാം. ടഫ്നെസ്, ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് മാസ്കുലിറ്റി ആർ അഡ്മയർഡ്. എല്ലാവരെയും ഇടിച്ചിടുന്നതും ആളുകളെ ഉപദ്രവിക്കുന്നതും ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കാണിക്കുന്നതും ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുക എന്നുള്ള ഒരു ഇത്. പിന്നെ സ്മാർട്ട്നെസ്, എബിലിറ്റി ടു ഔട്ട്സ്മാർട്ട് അതേഴ്സ് ത്രൂ വിറ്റ് ഓർ ഡിസൈറ്റ്. അതായത് ബാക്കിയുള്ളവരെ ഔട്ട്സ്മാർട്ട് ചെയ്യുക വർത്താനത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വാക്കുകൾ കൊണ്ട് ബാക്കിയുള്ളവരുടെ മനസ്സിൽ കയറി പറ്റാം. അതേപോലെ എക്സൈറ്റ്മെന്റ്, സീക്കിംഗ് ത്രിൽ ആൻഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്. ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്ന, ഭയങ്കര പെട്ടെന്ന് അടിപൊളി ഉഷാർ, ആ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ ഉള്ള ത്രില്ലുകൾ, റിസ്കുകൾ എടുക്കുക. അതായത് കോൺസിക്വൻസസ് നോട്ട് ചെയ്യാനുള്ള ഒരു ഇത് അവർക്ക് അപ്പം ഉണ്ടാവില്ല. പിന്നെ ഫെയ്റ്റ്, ബിലീവ് ഇൻ ഡെസ്റ്റിനി, ഫീലിംഗ് ഓഫ് പവർലെസ്നെസ് ഓവർ ലൈഫ് ഇവന്റ്സ്. ഈ വിധിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ടാണ് അവർ അത്രയ്ക്കും വിധിയിൽ വിശ്വസിക്കുന്നത്? ചിലപ്പോൾ അവർക്ക് ശരിക്കും അതിനോട് വിശ്വാസം ഉണ്ടായിട്ടായിരിക്കില്ല, പക്ഷെ അവർ നിസ്സഹായരാണ് അവരുടെ ജീവിതത്തിൽ. അവർക്കൊന്നും ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ വിചാരിക്കുകയാണ്. അപ്പൊ അവർ പറയാണ് എല്ലാം വിധിയുടെ ഇതിനനുസരിച്ച് നടക്കട്ടെ എന്ന്. പിന്നെ ഒട്ടോണമി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു അതോറിറ്റി ആൻഡ് ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്. ഒട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര് പറഞ്ഞാലും എടുക്കാത്തൊരു ചിന്താഗതി. ഓക്കെ, അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഇൻഡിപെൻഡൻസിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ലോവർ ക്ലാസ് ബോയ്സ് പാക്ക് ടൈറ്റ്
pick tight fits to display toughness or steal to show cleverness and daring. ലോവർ ക്ലാസ്സിലുള്ള ആൺകുട്ടികൾ പൊതുവെ വെറുതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ തല്ലൊക്കെ ഉണ്ടാക്കും, പിന്നെ ആളുകളുടെ സാധനങ്ങളൊക്കെ കട്ടിട്ട് പോകും. അത് അവരുടെ ഒരു സ്മാർട്ട്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാൾട്ടർ മില്ലർ പറയുന്നത്. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾ ഫാക്ടർ അപ്രോച്ച്. മൾട്ടിപ്പിൾ ഫാക്ടർ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഒരു ഒറ്റ കാരണം കൊണ്ടല്ല ഒരു ക്രൈം ഉണ്ടാവുന്നത്, പല പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇവിടെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. മൊബിലിറ്റി ആൻഡ് അർബനൈസേഷൻ, മൈഗ്രേഷൻ, വീക്ക്നെസ്, സോഷ്യൽ ടൈസ് ആൻഡ് കൺട്രോൾ, ഇനേബിളിംഗ് ഡീവിയൻസ്. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, മൊബിലിറ്റി ആൻഡ് അർബനൈസേഷൻ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാവും. സാമൂഹികപരമായിട്ട് അവരായിട്ട് കണക്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അവർ ആ കുറെ കാലം ഒന്നിച്ചുള്ളവരുടെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അവിടെ വ്യതിചലനം എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടുതലായിട്ട് ഉണ്ടാവും. കൾച്ചറൽ കോൺഫ്ലിക്ട്സ്, മോഡേണൈസേഷൻ സ്പാർക്സ് ക്ലാഷസ് ബിറ്റ്വീൻ ട്രഡീഷൻസ് ആൻഡ് ന്യൂ വാല്യൂസ്. കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ കൾച്ചറിൽ നല്ലതായിരിക്കുന്നത് വേറെ ആളുടെ കൾച്ചറിൽ നല്ലതാവില്ല. ചിലർക്ക് ട്രഡീഷണൽ വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചിലർക്ക് അങ്ങനെ ആവില്ല. അപ്പൊ അത് അവിടെ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാക്കും. ഡിഫറൻഷ്യൽ ഡിസോറിയന്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രൈം ഈസ് ലേൺഡ് ഇൻ അൺസ്റ്റേബിൾ പുവർ ഡിസോർഗനൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഡിസോർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു ക്രൈം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പഠിക്കുക ആരൊക്കെയെന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൽ ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്തവരാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബ്രോക്കൺ ഹൗസസ് ആൻഡ് പുവർ പാരന്റിങ് റേസ് ക്രൈം റിസ്ക്, പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ഹെൽപ്പ്. അതായത് തകരാറിലായ കുടുംബങ്ങൾ, വീടുകൾ, അതേപോലെ ഭയങ്കര മോശമായിട്ടുള്ള അല്ലെങ്കിൽ തീരെ സഹകരണം ഇല്ലാത്ത മാതാപിതാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ മക്കൾക്ക് ക്രിമിനൽ ബിഹേവിയേഴ്സിനോടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. പിന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി, ലോസ് ഷിഫ്റ്റിംഗ് വിത്ത് പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ക്യാൻ ഫ്യൂവൽ ക്രൈം. നിയമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് ക്രിമിനൽ ബിഹേവിയേഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിലീജിയൻ, declining religious influences may increase deviance. Religious conflicts also drive violence. Religious conflict കൊണ്ട് violence ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Religious influence may increase deviance. ഒരുപാട് റിലീജിയൻ, മതം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്നും വ്യതിചലിക്കാനുള്ള ഒരു ഇന്റൻഷനും കൂടുതലാവുമെന്നാണ് പറയണത്. പിന്നെ എക്കണോമിക് കണ്ടീഷൻസ്, ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ, പോവർട്ടി ആൻഡ് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ലിങ്ക് ടു ഹയർ ക്രൈം റേറ്റ്സ്. ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയും അതിന്റെ ഒപ്പം ദാരിദ്ര്യം കൂടി വരുമ്പോൾ നമുക്ക് ക്രൈം ബിഹേവിയേഴ്സിനോടുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ഈ സ്ലംസിലും ബോർഡറുകളിലും പിന്നെ വളരെ തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് എന്തായിരിക്കും, ചേരികളിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ക്രിമിനൽ ബിഹേവിയർ കുറച്ച് കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് ദാരിദ്ര്യമുണ്ട്, അവർക്ക് ജോലി കിട്ടാനില്ല. അവർ മോഷ്ടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മോറൽ വാല്യൂസിനെ കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും അവർക്ക് അന്നാന്നുള്ള വരുമാനം അവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ മീഡിയ ഇൻഫ്ലുവൻസ്, വയലന്റ് സെക്ഷൽ കണ്ടന്റ് ഇമ്പാക്ട്സ് യൂത്ത് പ്രൊമോട്ടിംഗ് ഇമിറ്റേഷൻ ആൻഡ് ഡെലിക്വൻസി. ഡെലിക്വൻസി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 18 വയസ്സിന് താഴെയുള്ളവര് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ 18 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോണൽ വേരിയേഷൻസ് ഹൈ ആയി നിൽക്കുന്ന ഒരു ടൈമാണ്. 18 വയസ്സിന് ശേഷമാണ് അത് യൂഷ്വലി സ്റ്റേബിൾ ആവുക. അപ്പൊ ആ സമയത്ത് വയലന്റ് കണ്ടന്റ്സിനോട് അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ്സിനോട് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക്. അതിന്റെ പുറത്ത് നമ്മൾ ഓരോ ബിഹേവിയേഴ്സ്, ക്രിമിനൽ ബിഹേവിയേഴ്സ് കാട്ടിക്കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ യൂണിറ്റ് 2 നോക്കുന്നത് കേട്ടോ. താങ്ക് യു. നമുക്ക് ഇനി നെക്സ്റ്റ് യൂണിറ്റ് 3 കാണാം. ഓക്കെ.